നമുക്ക് ഇന്ന് നമുക്ക് കോസ്കോയിലേക്ക് പോയാലോ? നമ്മളിവിടെ മന്ത്ലി ഷോപ്പിംഗ് ചെയ്യുന്ന സ്ഥലമാണ് കോസ്കോ. അതൊരു ഹോൾസെയിൽ സ്റ്റോറാണ്. അവിടെ നിന്നാണ് നമ്മളധികം ഈ നട്ട്സ്, ടിഷ്യൂ അങ്ങനത്തതൊക്കെ മേടിക്കുന്ന സ്റ്റോറാണ് കോസ്കോ. അപ്പം നമുക്ക് ഈ മന്ത്ലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവാം. നമ്മളിപ്പോൾ കോസ്കോന്റെ പാർക്കിംഗ് ലോട്ടിലാണുള്ളത്. ഭയങ്കര തിരക്കാണെന്ന്. ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്രയും തിരക്കുണ്ട്. ഇതിപ്പം ഇപ്പം നമ്മൾ വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലും ഒക്കെ ഇവിടെ വരികയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഭയങ്കര തിരക്കായിരിക്കും. ഒരുപാട് ഏരിയ ഉണ്ട് പാർക്കിംഗ് സ്പേസ് ഇവിടെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു പാർക്കിംഗ് സ്പോട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എപ്പോൾ വരികയാണെങ്കിലും. ഇപ്പോൾ കോസ്കോക്ക് തന്നെ ഒരു ഗ്യാസ് സ്റ്റേഷനും ഉണ്ട്. ഈ ഹോൾസെയിൽ സ്റ്റോർ അല്ലാതെ തന്നെ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. ആ ഗ്യാസ് സ്റ്റേഷനിൽ പോയാലും അതേപോലെ തന്നെയാണ്, ഭയങ്കര തിരക്കായിരിക്കും. ഒന്നാമത് കോസ്കോയിൽ കിട്ടുന്ന പ്രൊഡക്ട്സിനൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. അത് തന്നെയാണ് മെയിൻ കാരണം ഇവിടെ ഇത്രയും തിരക്കുണ്ടാവാൻ. ഇപ്പൊ കോസ്കോന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്കൊരു മെമ്പർഷിപ്പ് കാർഡ് എടുക്കണം. ഈ മെമ്പർഷിപ്പിന് $65 ആണ് പെർ ഇയർ. ആ കാർഡ് വെച്ച് നമ്മൾ ഇവിടെ സ്കാൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കോസ്കോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ. ഫേർണിച്ചേഴ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ഫ്രഷ് ഫുഡ്, ഫ്രഷ് പ്രൊഡ്യൂസ്, മിൽക്ക് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇത് ഇപ്പം വേറെ വേറെ HEB, വാൾമാർട്ട് അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് സെലക്ഷൻസ് ഇല്ലെങ്കിലും ഉള്ളതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും ഇവിടെ ഉള്ളത്. പിന്നെ ഓർഗാനിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് പുറത്തുനിന്ന് സാധാരണ വാങ്ങിക്കുന്ന അതേ റേറ്റിന് നമുക്ക് ഇവിടുന്ന് ഓർഗാനിക് കിട്ടും. അതാണ് മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണുന്ന PS5 ഇപ്പൊ പുറമെ $600 ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ബ്ലാക്ക് ഫ്രൈഡേയും കൂടി ആയതുകൊണ്ട് $470 അവര് സെയിൽ ഇട്ടത്. അതേപോലെയാണ് ഇവിടെ അധിക ഐറ്റംസും ഉണ്ടാവുക. നമുക്ക് റേറ്റ് വളരെ കുറച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഞങ്ങള് ഇവിടെ നട്ട്സിന്റെ സെക്ഷനിൽ വന്നതാണ്. കുറച്ച് ആൽമണ്ട്സും കാഷ്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഓർഗാനിക് തന്നെയാണ്. നമ്മൾ പുറത്ത് വാങ്ങിക്കുന്ന അതേ റേറ്റിന് നമുക്ക് ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും. പിന്നെ മോള് അവിടെ കുറച്ച് ബുക്സ് ഒക്കെ നോക്കിയിരുന്നു. കുറച്ച് ആക്ടിവിറ്റി ബുക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് നല്ലത്. അപ്പോൾ അവള് കുറച്ച് ബുക്സ് ഒക്കെ നോക്കി, റീഡിങ് ബുക്സ് ഒക്കെ നോക്കി ഒരു ബുക്കൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇവിടെ ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് വന്നതാണ്. ഇപ്പൊ ഇവിടെ ഭയങ്കര തണുപ്പാണ്. വിന്റർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് രാവിലെയൊക്കെ 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പൊ നമുക്ക് ചെറിയ ആൾക്ക് കുറച്ച് വിന്റർ ക്ലോത്ത്സ് ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് വന്നതാണ്. ഇവിടെ എപ്പോഴും നല്ല ബ്രാൻഡഡ് ക്ലോത്ത്സ് ആണ് എപ്പോഴും കാണാറുള്ളത്. അതും നല്ല ഹൈ ക്വാളിറ്റി ക്ലോത്ത്സ് ആണ് എപ്പോഴും കാണാറ്. ജാക്കറ്റ്സ് ആണെങ്കിലും ഒക്കെ നല്ല ജാക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മോൾക്ക് ഡ്രസ്സ് എടുത്തു. പിന്നെ ഈ ചോക്ലേറ്റിന്റെ സെക്ഷനിൽ വന്നപ്പോഴാണ് ഈ ദുബായ് ചോക്ലേറ്റ് കാണുന്നത്. അത് നല്ലൊരു ഓഫറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ദുബായ് ചോക്ലേറ്റ് വാങ്ങിച്ചത് ഒരു ചെറിയൊരു ബാറിന് $10 കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ ഇവിടെ ഈ വലിയൊരു പാക്കറ്റിന് ആകെ $12 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പാക്കറ്റും എടുത്തു. അത് നല്ലൊരു ഡീലായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന കുറച്ച് വീറ്റ് ഫ്ലോർ ആയിരുന്നു. അത് ഈ ഒരു വലിയൊരു സാക്ക്, ഇതൊരു 20 പൗണ്ട്സിന്റെ ഒരു വലിയൊരു സാക്കാണ്. അതും നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്നാക്സിന്റെ സെക്ഷനിലേക്കാണ്. നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് എടുക്കണമായിരുന്നു. അത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്നാണ് സ്നാക്സ് എടുക്കാറ്. അതാകുമ്പോൾ ബൾക്കായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് സ്കൂളിലേക്ക് സ്നാക്സ് കൊണ്ടുപോകണം. അപ്പം അതുകൊണ്ട് സ്നാക്സ് എടുക്കാൻ വേണ്ടി വന്നു. ഇവിടുന്ന് ഒരു ബോക്സ് കേക്കിന്റെ ഒരു ബോക്സ് എടുത്തു. പിന്നെ ഈ ഒരു ഓസി ബൈറ്റ്സ് ആണ് ഈ ഒരു സ്നാക്ക്. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ഫുള്ളും ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ വെച്ചിട്ടുണ്ടാക്കിയതാണ്. നട്ട്സും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നട്ട്സും പിന്നെ ഫ്ലേക്ക് സീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റിയും ആണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയും ആണ്. ആർക്കെങ്കിലും അത് കഴിക്കാൻ കോസ്കോയിൽ വരികയാണെങ്കിൽ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് അത്. പിന്നെ ഫ്രൂട്ട്സിന്റെ സെക്ഷനിലൊക്കെ പോയി കുറച്ച് ഫ്രൂട്ട്സും ഡേറ്റ്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഇവിടെ എപ്പോഴും ലൈവായിട്ട് അവർ കുക്ക് ചെയ്ത് തരും നമുക്ക്. പിസ്സ, ഹോട്ട് ഡോഗ്, പിന്നെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് അവർ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ട്. ഫ്രഷ് സ്ട്രോബെറീസ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു വാനില ഐസ്ക്രീം, അതും വാങ്ങിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.